സോളാർ വയ്ക്കാൻ പ്ലാൻ ചെയ്യുന്നവരാണോ നിങ്ങൾ എങ്കിൽ ബില്ലിംഗ് രീതിയിൽ വരുന്ന പുതിയ മാറ്റങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ടതാണ്. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷന്റെ 2025 ഡ്രാഫ്റ്റ് റെഗുലേഷൻ പ്രകാരം ഒക്ടോബർ 1, 2025 മുതൽ സോളാർ ബില്ലിംഗിലും ഇൻസ്റ്റലേഷൻ മാനദണ്ഡങ്ങളിലും വളരെയധികം മാറ്റമാണ് വരാൻ പോകുന്നത്. പുതിയ നിയമം വരുന്നതിലൂടെ സോളാർ 3 കിലോവാട്ടിൽ താഴെ ഉള്ളവർക്ക് മാത്രമേ നിലവിലുള്ള നെറ്റ് മീറ്ററിംഗ് രീതിയിലുള്ള ബില്ലിംഗ് ഉണ്ടാകത്തുള്ളൂ. 3 കിലോവാട്ടിൽ കൂടുതലുള്ളവർക്ക് നെറ്റ് മീറ്ററിംഗിൽ നിന്ന് നെറ്റ് ബില്ലിംഗ് എന്ന രീതിയിലേക്ക് മാറുകയാണ്. അതിൽ 5 കിലോവാട്ട് വരെ ഉള്ളവർക്ക് നെറ്റ് മീറ്ററിലേക്ക് മാറണമെങ്കിൽ 30% ബാറ്ററി കപ്പാസിറ്റി ഉള്ള ഹൈബ്രിഡ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. ഹൈബ്രിഡിന്റെ കോസ്റ്റ് ആകട്ടെ നോർമൽ ഓൺ ഗ്രിഡ് സിസ്റ്റത്തിനേക്കാളും വളരെയധികം കൂടുതലുമാണ്. നെറ്റ് ബില്ലിംഗിലേക്ക് മാറുന്നതുകൊണ്ട് തന്നെ യൂണിറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവില്ല. പകരം ഗ്രിഡിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നതിന്റെയും ഗ്രിഡിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നതിന്റെയും കോസ്റ്റുകൾ തമ്മിലുള്ള ഡിഫറൻസിലായിരിക്കും കണക്കാക്കുന്നത്. നോർമലി എക്സ്പോർട്ട് റേറ്റ് ഇമ്പോർട്ട് റേറ്റിനേക്കാളും കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രോജക്റ്റിന്റെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് കിട്ടാൻ നെറ്റ് മീറ്ററിംഗ് രീതിയേക്കാൾ നെറ്റ് ബില്ലിംഗ് രീതിയിൽ കൂടുതൽ ടൈം എടുക്കും. ഇതുകൂടാതെ 3 കിലോവാട്ടിൽ കൂടുതലുള്ളവർക്ക് 3 ഫേസ് ഇൻവെർട്ടർ വെക്കേണ്ടി വരും. നെറ്റ് മീറ്ററിംഗ് ഉള്ളവർക്ക് മാത്രമേ വീലിംഗ് ഓപ്ഷൻ വരുന്നുള്ളൂ. ഇങ്ങനെയുള്ള ഒത്തിരിയധികം മാറ്റങ്ങളാണ് പുതിയ ഭേദഗതിയിൽ വന്നിരിക്കുന്നത്. ഈ ഡ്രാഫ്റ്റ് റെഗുലേഷനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ജൂൺ 30-നകം കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷന്റെ വെബ്സൈറ്റിലൂടെ അറിയിക്കാവുന്നതാണ്.